ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. ഇതീരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ ഭവദ്ഭടാനാഞ്ച ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവദ്ഭടൈരസൗ. ഇതീരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ. ഇവിടെ ഇതി ഈരിതൈ യാമ്യ ഭടൈ അപാശ്രിതേ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് ഇതീരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ. ഇതി ഇങ്ങനെ പ്രകാരം ഈരിതൈ ബോധിപ്പിക്കപ്പെട്ട യാമ്യ ഭടൈ ആ യമഭടന്മാര് യമദൂതന്മാര് അപാശ്രിതേ തിരിച്ചുപോയി. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അവർക്കൊരു വീണ്ടു വിചാരമുണ്ടായത്. അജാമിളൻ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം ആ ഒരു 4 അക്ഷരം നാരായണ എന്ന് ജപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അജാമിളനെ കൊണ്ടുപോകുവാൻ തങ്ങൾക്ക് അവകാശമില്ല, അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന് ഭഗവാന്റെ പാർഷദന്മാർ പറഞ്ഞപ്പോഴാണ് യമഭടന്മാർക്ക് അത് വീണ്ടും വിചാരത്തിന് വഴിവെച്ചത്. അങ്ങനെ ആ സത്യം ബോധ്യപ്പെട്ടപ്പോൾ യമദേവൻ്റെ പാർഷദന്മാർ അവിടെ നിന്ന് തിരികെ പോയിട്ട് ഭവത്ഭടാനാഞ്ചഗണേ തിരോഹിതേ. ഭവത്ഭടാനാം ച ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. ഭവത്ഭടാനാഞ്ച അവിടെ അപ്പം ഇഞ്ച ആയിട്ട് മാറുന്നത്. ഭവത്ഭടാനാം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭടന്മാർ ഗണേ തിരോഹിതേ. ആ തിരോഹിത എന്ന് പറഞ്ഞാൽ അവർ പോയി മറയുകയും ചെയ്തപ്പോൾ ഈ ഭഗവാന്റെ നാമത്തിൻ്റെ മഹത്വവും അജാമിളിനെ കൊണ്ടുപോകുവാൻ യമദൂതന്മാർക്ക് യാതൊരു അവകാശവുമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് ഭഗവാന്റെ പാർഷദന്മാരും തിരികെ പോയി. അവർ വന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെ ഭഗവാന്റെ നാമം ഉച്ചരിച്ച ആ അജാമിളൻ്റെ മഹത്വം യമഭടന്മാർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. തന്നെയല്ല, ആ നാമത്തിൻ്റെ മഹത്വം ഇവിടെ അജാമിളനും കൂടി ഒരു പാഠമാണ്. നോക്കൂ, ആ നാമത്തിൻ്റെ മഹത്വം കൊണ്ടാണ് നിന്നെ അവർക്ക് തൊടാൻ കഴിയാതെ പോയത് എന്ന് പറഞ്ഞു കൊടുക്കുകയും കൂടിയായിരുന്നു. അതായത് ആ തൻ്റെ ധർമ്മം, തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ധർമ്മത്തെ വീണ്ടും ഒന്ന് ഉണർത്തിയെടുക്കുകയായിരുന്നു അജാമിളനായിക്കൊണ്ട് ആ വിഷ്ണു പാർഷദന്മാർ ചെയ്തത്. അങ്ങനെ അവരും പോയി കഴിഞ്ഞപ്പോൾ ഭവൽ സ്മൃതിം കഞ്ചനകാലമാചരൻ. ഭവൽ സ്മൃതിം അങ്ങയെ സ്മരിച്ചുകൊണ്ട്, അങ്ങയെ സേവ ചെയ്തുകൊണ്ട്, അങ്ങയെ സ്മരിച്ച് ഭജനമിരുന്നു കൊണ്ട്, കഞ്ചന എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം, കഞ്ചനകാലമാചരൻ കാലം ആചരൻ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കാലമാചരൻ. കഞ്ചനകാലം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം അങ്ങയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ധ്യാനമിരുന്നു കൊണ്ട്, ആചരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചു കുറച്ചു കാലം. ആ ഒരു ആചാരത്തിൽ ആ അജാമിളൻ അങ്ങനെ ജീവിച്ചു. അവസാനം ഭവത്പദം പ്രാപി ഭവത്ഭടൈരസൗ. ഭവത്പദം അങ്ങയുടെ പദത്തെ തന്നെ, ആ വൈകുണ്ഠത്തെ തന്നെ പ്രാപിച്ചു. എങ്ങനെ? ഭവത്ഭടൈരസൗ. ഭവത്ഭടൈ അസൗ. ആ ഭവത്ഭടന്മാർ തന്നെ വന്ന് അജാമിളനെ കൂട്ടിക്കൊണ്ടുപോയി വൈകുണ്ഠത്തിലേക്ക്. അപ്പോൾ ഇടയ്ക്ക് ആ വഴിമാറി സഞ്ചരിച്ചിടത്തു നിന്നും ആ തെറ്റുകളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്തിന്? വീണ്ടും തൻ്റെ ധർമ്മം എന്താണെന്ന് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിക്ക് ചരിക്കുവാൻ ഒരു അവസരവും കൊടുത്തു. എന്നിട്ട് ആ യമദൂതന്മാരെ തിരിച്ചു പറഞ്ഞു വിട്ട് വിഷ്ണുദൂതന്മാരും തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആ അജാമിളനാകട്ടെ ഭഗവാന്റെ സ്മരണയിൽ മുഴുകി ഭഗവാനെ കീർത്തിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ച് ആ ഒരു ധ്യാനത്തിൽ ആ ഒരു ഭജനം ചെയ്തുകൊണ്ട് അങ്ങനെ കുറേ കാലം കൂടി കഴിച്ചു. അതിനുശേഷം
അപ്പോഴേക്കും ഈ വേശ്യാസ്ത്രീയിൽ നിന്നൊക്കെ അജാമിളൻ അകന്നിരിക്കുന്നു. കാരണം മനസ്സിപ്പോൾ ഭഗവാനിലാണ്. അരുതാത്തതൊന്നും അവിടേക്ക് കയറി വരില്ല, അല്ലേ? വെളിച്ചമുള്ളിടത്തേക്ക് ഇരുട്ടിന് പ്രവേശനമില്ലാത്തതുപോലെ ഇന്ന് മനസ്സിൽ അങ്ങനെ ഭഗവാനും ഭഗവാന്റെ രൂപവും ആ സച്ചിന്തകൾ നിറഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ലൗകിക വിഷയങ്ങളും താനെ പായലുപോലെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഇപ്പോൾ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് അങ്ങനെ കുറച്ചു കാലം കഴിച്ചുകൂട്ടി ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ മുഴുകിക്കൊണ്ട് ഒടുവിൽ അതേ വിഷ്ണു പാർഷദന്മാർ തന്നെ വന്ന് കാലമായപ്പോൾ ഭഗവാന്റെ ആ പദത്തിലേക്ക്, വൈകുണ്ഠപദത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇതിരിധൈര്യാമ്യ ഭടൈരപാശ്രിതേ ഭവത്ഭടാനാഞ്ച ഗണേ തിരോഹിതേ ഭവൽ സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവത്ഭടൈരസൗ. ഇവിടെ നോക്കൂ, ഇവിടെ ആ അജാമിളൻ പുത്രനെയാണോ വിളിച്ചത്, ഭഗവാനെയാണോ വിളിച്ചത്, അതൊരു പക്ഷേ അജാമിളന് മാത്രമേ അറിയൂ. പക്ഷേ ആ നാമം നാവിൽ വന്നതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചു. ഇവിടെ നമുക്ക് പൂന്താനം തിരുമേനി ഇത് തന്നെ ആ ജ്ഞാനപ്പാന എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം, അല്ലേ? എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ടത് ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിത് കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. നോക്കൂ, എവിടെ ഇരുന്നാലും ഇവിടെ ആദ്യമേ പറഞ്ഞു, ഒരു പക്ഷേ യമപാർഷദന്മാരെ കണ്ടു ഭയന്നിട്ടാവാം ചിലപ്പോൾ ഭഗവാനെ അവിടുത്തെ നാമം ഉച്ചരിച്ച്. അങ്ങനെയാണെങ്കിൽ പോലും ആ നാമോച്ചാരണത്തിലൂടെ 1000 കോടി ജന്മങ്ങളിലെ പാപങ്ങളൊക്കെ ഇല്ലാതെയായിരിക്കുന്നു എന്ന് ഭഗവാന്റെ പാർഷദന്മാർ പറഞ്ഞു കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഏത് ദിക്കിലിരുന്നിട്ടാണെങ്കിലും അത് സ്വപ്നത്തിൽ ഇപ്പറഞ്ഞ് നമ്മൾ സ്വപ്നം കണ്ട് ഭയന്നിട്ടാണെങ്കിൽ പോലും, ഇനി അതല്ല മറ്റൊരാളിനോട് പറയുമ്പോൾ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഭഗവാനെ അവിടുത്തെ നാമം ഉച്ചരിച്ചാൽ ജന്മസാഫല്യം അപ്പോഴേ വന്നു പോകുമെന്ന് പൂന്താനം തിരുമേനിയും പറഞ്ഞിരിക്കുന്നു. പൂന്താനം തിരുമേനി പിന്നെ നാവുകൊണ്ട് ചൊല്ലുക മാത്രമല്ല, കാതുകൊണ്ട് കേട്ടാൽ പോലും ബ്രഹ്മസായുജ്യം ലഭിക്കുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അത്രമാത്രം മഹത്വമുള്ളതാണ് ഭഗവാനെ അവിടുത്തെ ഓരോ നാമവും. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ആദ്യത്തെ ഒരു വരി ചേർത്ത് തന്നെ വായിക്കുക. ഇതൈരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ. ഇവിടെ ര്യാ എന്ന് വരുന്നിടത്ത് യാമ്യ ആണ്, രാ ജോയിൻ ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് ഇതീരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ. അവിടെ യാ എന്നുള്ളത് ര്യാ ആയി മാറി രിയാ ആവുന്നു, യാ രിയാ ആവുന്നു. അത് ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ അപാശ്രിതേ, അതുകൊണ്ട് യാമ്യ ഭടൈരപാശ്രിതേ, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് കാലമാചരൻ. മൂന്നാമത്തെ വരിയിൽ വരുമ്പോൾ കാലം ആചരനാണ് അവിടെ, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ ഭവത്ഭടൈരസൗ, രായ്ക്ക് അകാരം കൊടുക്കുക. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദാഘ്രി ഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈ സദേവ വാതാലയനാഥ പാഹി മാം. ഈ ശ്ലോകത്തിൽ വിഷ്ണു പാർഷദന്മാർ തിരികെ പറഞ്ഞുവിട്ട ആ യമകിങ്കരന്മാർ യമലോകത്ത് വന്നപ്പോൾ അവരെന്താണ് അവിടെ കണ്ടതും കേട്ടതും നേരിടേണ്ടി വന്നതും എന്നാണ് പറയുന്നത്. സ്വകിങ്കരാവേദന ശങ്കിതോ, സ്വകിങ്കരാവേദന ശങ്കിത, സ്വകിങ്കര തൻ്റെ കിങ്കരന്മാർ, ആ യമദേവൻ്റെ കിങ്കരന്മാർ. ആവേദന എന്ന് പറഞ്ഞാൽ വന്ന് അറിയിച്ചത്
കേട്ടിട്ട് ശങ്കിതഃ ഒരല്പമൊന്ന് ആശങ്കപ്പെട്ടു. കാരണം ഇവിടെ യമദേവൻ്റെ കിങ്കരന്മാരെ തിരിച്ചു പറഞ്ഞു വിട്ടിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്, ആ വിഷ്ണു പാർഷദന്മാരാണ്. അതുകൊണ്ട് സ്വകിങ്കരാവേദന ശങ്കിതോ തൻ്റെ ഭക്തന്മാർ വന്നു പറഞ്ഞ ഇതെല്ലാം കഥകളെല്ലാം കേട്ടപ്പോൾ അറിയിച്ചപ്പോൾ ഒരല്പം ആശങ്കപ്പെട്ടു ആ യമദേവന. യമസ്ത്വദംഘ്രിഭക്തേഷു ത്വദംഘ്രിഭക്തേഷു യമ എന്ന് പറഞ്ഞാൽ ആ യമദേവൻ ഒരല്പം ഒന്ന് ആശങ്കാകുലനായി. പിന്നെയോ കാരണം ത്വദംഘ്രിഭക്തേഷു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദങ്ങളെ സ്മരിച്ച് കഴിയുന്ന ഭക്തന്മാരുടെ ഇനി അടുത്തത് ഇവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. അപ്പോൾ ഈ ഒരു ആശങ്ക തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ യമദേവൻ തൻ്റെ ഭടന്മാരെയൊക്കെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ത്വദംഘ്രി ഭക്തേഷു, അങ്ങയുടെ ആ ഭക്തരുടെ ഭഗവത് പാദത്തെ ആശ്രയിച്ചു കഴിയുന്ന ഭക്തരുടെ ന ഗമ്യതാമിതി, ന ഇല്ല അല്ലെങ്കിൽ അല്ല, ഗമ്യതാം ഇതി, രണ്ട് വാക്കുകളുണ്ട് അവിടെ. ഗമ്യതാം എന്ന് പറഞ്ഞാൽ പോകുക, ന ഗമ്യതാം പോകരുത്, ഇതി എന്ന് ഇപ്രകാരം. അപ്പോൾ ഇനിയും മേലിൽ ഭഗവാന്റെ ചരണങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഭക്തരുടെ അടുത്തേക്ക് പോകരുത് എന്ന സ്വകീയ ഭൃത്യാൻ അശിശിക്ഷതുച്ചകൈ, സ്വകീയ ഭൃത്യാൻ അശിശിക്ഷത ഉച്ചകൈ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്വകീയ ഭൃത്യാൻ അശിശിക്ഷതുച്ചകൈ. സ്വകീയ ഭൃത്യാൻ എന്ന് പറഞ്ഞാൽ തൻ്റേതായ ആ ഭൃത്യന്മാരോട്, അശിശിക്ഷത എന്ന് പറഞ്ഞാൽ നമ്മൾ വാണിംഗ് കൊടുക്കുക എന്ന് പറയില്ലേ, ഒരു കർശനമായ സ്വരത്തിൽ കൊടുക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ടാണ് ഉച്ചകൈ, ഉച്ചത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ കാഠിന്യത്തിൽ തന്നെ, കടുപ്പത്തിൽ തന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്തു തൻ്റെ ഭൃത്യന്മാർക്ക്. എന്താ, ഇനിയും മേലിൽ ഭഗവാന്റെ ഭക്തരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. സ ദേവ വാതാലയനാഥ പാഹിമാം, സ ദേവ, സ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, അവിടുന്ന്, ദേവ അല്ലയോ വിശ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ, വാതാലയനാഥ ഗുരുവായൂരപ്പ, പാഹിമാം എന്നെ കാത്തു രക്ഷിക്കണമേ. നോക്കൂ, ഇവിടെ ആ യമകിങ്കരന്മാർ വന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ ചരിതങ്ങളെല്ലാം യമകിങ്കരന്മാർ വന്ന് യമദേവൻ്റെ അടുക്കെ ആ സദസ്സിൽ വന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ യമനുള്ളിൽ ഒരല്പം ഭയമായിപ്പോയി. അതുകൊണ്ട് അപ്പോൾ തന്നെ തൻ്റെ ഭടന്മാരെ വിളിച്ചിട്ട് കർശനമായ നിർദ്ദേശം കൊടുത്തു. എന്ത്, ഇനിയും മേലിൽ ഭഗവത് ചരണാംബുജങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന ഭക്തരുടെ അടുത്തേക്ക് നിങ്ങളാരും പോകാൻ പാടുള്ളതല്ല. കാരണം ആ ചരണാംബുജങ്ങൾ ഭഗവത് ഭക്തർക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള തോണിയാണ്, മറുകര എത്താനുള്ള തോണിയാണ്. ഭഗവാൻ ആ തോണിയിൽ അവരെയും കയറ്റിക്കൊണ്ട്, നമ്മൾ അവസാനം ഇനി മാർക്കണ്ഡേയ ചരിതമൊക്കെ കാണുമ്പോൾ കാണാം മാർക്കണ്ഡേയനെ എപ്രകാരം രക്ഷിച്ചു എന്നൊക്കെ. അതേപോലെ ഭഗവാനെ അവിടുത്തെ ഭക്തരെ രക്ഷിക്കുന്നതിനുള്ള തോണിയാണ് അവിടുത്തെ പാദങ്ങൾ. അതുകൊണ്ട് ആ പാദങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരെ അവരുടെ സമീപത്തേക്ക് ഇനിയും മേലിൽ നിങ്ങളാരും പോകരുത് എന്ന് തൻ്റെ ഭടന്മാരെ വിളിച്ച് യമധർമ്മൻ കർശനമായ രീതിയിൽ താക്കീത് കൊടുത്തു. അങ്ങനെ ഭഗവാനെ, യമദേവനെ പോലും തോൽപ്പിച്ച അവിടുത്തെ ഭക്തൻ്റെ കഥ, ഈ അജാമിളൻ്റെ കഥ, ഭഗവാനെ അവിടുത്തെ ഭക്തർക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാണ്. ഭഗവാനെ ഓരോ നിമിഷവും അവിടുത്തെ നാമം ഉച്ചരിക്കുന്നതിന്, അവിടുത്തെ സ്മരിക്കുന്നതിന്. ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, എന്നെ കാത്തു രക്ഷിക്കണമേ. കാരണം രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടിയാൽ, അല്ലയോ ഭഗവാനെ, എപ്പോഴും ഞാനും അങ്ങയുടെ നാമം കീർത്തിച്ചു കൊള്ളാം, അങ്ങയുടെ രൂപം സ്മരിച്ചു കൊള്ളാം, അങ്ങയുടെ പാദങ്ങളെ ധ്യാനിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രി ഭക്തേഷു ന ഗമ്യതാമിതി
സ്വകീയഭൃത്യാനശിശിക്ഷതുച്ഛകൈ സദേവ വാതാലയനാഥ പാഹി മാം. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്വകിങ്കര ആവേദനാണ് വന്ന് അറിയിച്ചതനുസരിച്ച് പറയപ്പെട്ട എന്നുള്ളത്. അപ്പോൾ സ്വകിങ്കരാവേദന, അവിടെ രായുടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ യമസ്ത്വദംഘ്രിഭക്തേഷു, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. അതേപോലെ ത്വത അംഘ്രിയാണ്, അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുക്കുക. യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി. ഗമ്യതാം ഇതിയാണ്, മായ്ക്ക് ഈ കാരം ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്ത് സ്വകീയ ഭൃത്യാനശിശിക്ഷതുച്ഛകൈ സദേവ. അവിടെ ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം. സ്വകീയ ഭൃത്യാനശിശിക്ഷതുച്ഛകൈ എന്ന് പറഞ്ഞ് ഒരു വിസർഗം കൊടുത്തിട്ടുണ്ടാവാം ചില ബുക്കുകളിൽ. എന്നിട്ട് താഴെ സ ദേവ എന്ന് കൊടുത്തിട്ടുണ്ടാവാം. ഇനി ചില ഗ്രന്ഥങ്ങളിൽ സ്വകീയ ഭൃത്യാനശിശിക്ഷതുച്ഛകൈ സ, അവിടം വരെയും ചേർത്തായിരിക്കും. അങ്ങനെ വരുമ്പോൾ താഴത്തെ സായ കൂട്ടക്ഷരമായിരിക്കും. അപ്പോൾ സ ഒന്ന് കട്ടിയിൽ വായിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കാനുള്ള സ്വകീയ ഭൃത്യാൻ അശിശിക്ഷതാണ്. അതുകൊണ്ട് സ്വകീയ ഭൃത്യാനശിശിക്ഷതനായിക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ അശിശിക്ഷതുച്ഛകൈ, ദായുടെ ഉകാരം ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ഈ അജാമിളോപാഖ്യാനത്തിൻ്റെ മഹത്വം എത്രമാത്രം ഉണ്ടെന്നറിയാനാണ് ഇത് ഭാഗവതത്തിലോ അല്ലെങ്കിൽ നാരായണീയത്തിലോ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഹരിനാമകീർത്തനം എടുത്താലും അതിലും നമുക്ക് കാണാം അല്ലേ, അപ്പാശവും വടിയുമായിക്കൊണ്ട് അജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നഥ തടുത്തോരു നാൽവരെയും അപ്പോലെ നൗമി ഹരി നാരായണായ നമ. ഹരിനാമകീർത്തനത്തിൽ പോലും എഴുത്തച്ഛൻ ഈ ഒരു ചരിതത്തെ എടുത്തു പറയുന്നുണ്ട്. അത്രമാത്രം മഹത്വമേറിയതാണ് അല്ലയോ ഭഗവാനെ അവിടുത്തെ നാമത്തിൻ്റെ വലിപ്പമെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന സമയം നമുക്ക് എപ്പോഴൊക്കെ കഴിയുമോ അപ്പോഴൊക്കെ നമുക്ക് ഭഗവാന്റെ നാമവും ഭഗവാന്റെ ചരിതങ്ങളും ഒക്കെ വായിക്കാനും കേൾക്കാനും പറയാനും ഒക്കെ കഴിയണമേ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.